ഹായ് ഹലോ ഹെലേൺ വിത്ത് ആയിഷു എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് എന്താണെന്ന് നോക്കാം. ഏതൊരു സ്ത്രീയും തൻ്റെ പുരുഷൻ തനിക്ക് ചെയ്തു തരണം എന്നാഗ്രഹിക്കുന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തൊക്കെയാണ് ഒരു സ്ത്രീ ഒരു പുരുഷനിൽ നിന്നും ആഗ്രഹിക്കുന്നത് എന്നതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഫസ്റ്റ് പോയിന്റ് എന്താണെന്ന് നോക്കാം. ഒന്നാമതായിട്ട് ഒരു സ്ത്രീ ഒരു പുരുഷനിൽ നിന്നും ആഗ്രഹിക്കുന്ന കാര്യം എന്ന് പറയുന്നത് അവളെ നന്നായി മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയായിരിക്കണം ആ ഒരു പുരുഷൻ എന്നതാണ്. അതായത് അവളുടെ സിറ്റുവേഷനൊക്കെ മനസ്സിലാക്കി അതനുസരിച്ച് അവളോട് പെരുമാറുന്നൊരു വ്യക്തി. ഇപ്പോൾ വയ്യാതെയൊക്കെ ഇരിക്കുന്ന ടൈമിലാണെങ്കിൽ വീട്ടിലെ ജോലിയൊക്കെ ചെയ്യാൻ വേണ്ടി അവളെ ഹെൽപ്പ് ചെയ്യുക. നിങ്ങളുടെ സൈഡിൽ നിന്നും എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ അവളോട് പറയുക. അതേപോലെ തന്നെ എല്ലാ കാര്യത്തിനും അവളെ മനസ്സിലാക്കി സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കണം നിങ്ങൾ. ഈ ഒരു കാര്യമാണ് ആദ്യം തന്നെ എല്ലാ സ്ത്രീകളും പുരുഷന്മാരിൽ നിന്നും ആഗ്രഹിക്കുന്ന കാര്യം. ഇനി രണ്ടാമതായിട്ട് സ്ത്രീകൾ പുരുഷന്മാർ ചെയ്തു തരണം എന്നാഗ്രഹിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ട്രാവലിംഗ് ഒക്കെയാണ്. അതായത് ചില പുരുഷന്മാരുണ്ട്, അവരവരുടെ ഫ്രണ്ട്സിൻ്റെയൊക്കെ കൂടെ ട്രിപ്പ് പോകും. വൈഫ് അല്ലെങ്കിൽ അവരുടെ പാർട്ട്ണറിനോടൊക്കെ വീട്ടിൽ ഇരുന്നോളം പറയും. അവരുമായിട്ട് അങ്ങനെ പോകാറൊന്നുമില്ല, മറിച്ച് ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഇങ്ങനെ ട്രിപ്പിനും കാര്യങ്ങൾക്കൊക്കെ പോകും. പക്ഷേ സ്ത്രീകൾക്ക് വേണ്ടത് എന്ന് പറയുന്നത് അവളെ എല്ലാ കാര്യത്തിലും കൂടെ കൊണ്ട് നടക്കുന്ന ഒരു ഹസ്ബൻഡിനെയാണ്. അതായത് യാത്രകളൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഇഷ്ടമില്ലാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല. ഇപ്പോൾ എന്നും ട്രാവൽ ചെയ്യാൻ പറ്റിയില്ല എങ്കിലും വല്ലപ്പോഴെങ്കിലും, അതായത് ഇപ്പോൾ വെഡ്ഡിങ് ആനിവേഴ്സറി അല്ലെങ്കിൽ ആ ഒരു പെൺകുട്ടിയുടെ ബർത്ത്ഡേ, ഈ ഒരു ടൈമിലൊക്കെ നിങ്ങൾക്ക് അവളെയായിട്ടൊന്ന് കറങ്ങാനൊക്കെ പോകാവുന്നതാണ്. ഒരിക്കലും ഇൻ്റർനാഷണൽ ട്രിപ്പ് പോകണം എന്നൊന്നുമല്ല പറയുന്നത്. നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ചുള്ള സ്ഥലങ്ങൾ, അതായത് നിങ്ങളുടെ പൈസ നോക്കിയിട്ട് അടുത്തുള്ള സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ അവരെ കൊണ്ട് കാണിക്കാവുന്നതാണ്. ഇതാണ് രണ്ടാമതായിട്ട് ഒരു പെൺകുട്ടി ആഗ്രഹിക്കുന്നത്. ഇനി മൂന്നാമതായിട്ട് സ്ത്രീകൾ ആഗ്രഹിക്കുന്ന കാര്യം എന്ന് പറയുന്നത് സ്വപ്നമാണ്. അതായത് ആ ഒരു പെൺകുട്ടിയുടെ സ്വപ്നങ്ങൾക്ക് ചിറക് കൊടുക്കുന്ന ഒരു വ്യക്തിയാകണം നിങ്ങൾ. അതായത് അവളുടെ ആഗ്രഹങ്ങൾ എന്താണോ അതിനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ആ ഒരു പെൺകുട്ടിക്ക് ജോലിക്ക് പോകണം, അല്ലെങ്കിൽ സ്വന്തമായിട്ടൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം. ഇതിലൊക്കെ ഈ ഒരു കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അതായത് അവളുടെ സ്വപ്നം എന്താണോ അതിനെ മോട്ടിവേറ്റ് ചെയ്ത് നിങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോവുകയാണ് ചെയ്യേണ്ടത്. ഇത്തരത്തിലുള്ള ഒരു പുരുഷനെയാണ് എല്ലാ സ്ത്രീകളും ആഗ്രഹിക്കുന്നത്. ഇനി നാലാമതായിട്ട് ഒരു സ്ത്രീ ഒരു പുരുഷനിൽ നിന്നും ആഗ്രഹിക്കുന്ന കാര്യം എന്ന് പറയുന്നത് വാക്ക് പാലിക്കുന്ന ഒരു പുരുഷനായിരിക്കണം നിങ്ങൾ. ചില പുരുഷന്മാരുണ്ട്, കല്യാണത്തിന് മുമ്പൊക്കെ ഒരുപാട് വാഗ്ദാനങ്ങൾ ഇങ്ങനെ വാരിക്കോരി കൊടുക്കും. പക്ഷെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊന്നും അവർക്ക് ഓർമ്മ പോലും ഉണ്ടാവില്ല. ഒരിക്കലും ഇത്തരത്തിലുള്ള ഒരു പുരുഷനെ ഒരു സ്ത്രീകളും ഒരിക്കലും ആഗ്രഹിക്കില്ല. നിങ്ങൾ അവൾക്ക് എന്തെങ്കിലും ഒരു വാഗ്ദാനങ്ങളൊക്കെ നൽകിയിട്ടുണ്ടെങ്കിൽ മാക്സിമം നിങ്ങളത് പാലിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. അവൾക്ക് മാത്രമല്ല, നിങ്ങളുടെ മദർ അല്ലെങ്കിൽ നിങ്ങളുടെ സിസ്റ്റർ, ഇവർക്കൊക്കെ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ വാഗ്ദാനങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ ചെയ്തു കൊടുക്കണം. പറ്റില്ലാത്ത കാര്യങ്ങൾ ഒരിക്കലും എനിക്ക് സാധിക്കും എന്നും പറഞ്ഞ് ഏറ്റെടുക്കാതിരിക്കുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഇനി അഞ്ചാമതായിട്ട് എല്ലാ സ്ത്രീകളും ആഗ്രഹിക്കുന്ന പുരുഷൻ്റെ ഒരു സ്വഭാവം, അല്ലെങ്കിൽ അവർക്ക് വേണം എന്ന് സ്ത്രീകൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് സത്യസന്ധതയാണ്. സത്യം പറയുന്ന ഒരു പുരുഷനായിരിക്കണം നിങ്ങൾ. ചില പുരുഷന്മാരുണ്ട്, കല്യാണത്തിന് മുമ്പൊക്കെ ഒരുപാട് കള്ളം പറയും, കല്യാണം കഴിഞ്ഞിട്ടും അതിങ്ങനെ കണ്ടിന്യൂ ചെയ്യും. പക്ഷേ എന്നെങ്കിലും ഒരു ദിവസം ആ ഒരു പെൺകുട്ടി ഈ ഒരു കാര്യം കണ്ടുപിടിക്കുകയാണെങ്കിൽ പിന്നെ ഒരിക്കലും ആ റിലേഷൻഷിപ്പ് വളരെ മനോഹരമായിട്ട് മുമ്പോട്ട് പോകത്തില്ല. പിന്നെ അവളുടെ ഉള്ളിൽ എപ്പോഴും നിങ്ങൾ കള്ളം പറയുന്നൊരു വ്യക്തിയായിരിക്കും. അതുകൊണ്ട് മാക്സിമം എല്ലാ കാര്യങ്ങളും ഓപ്പണായിട്ട് സത്യസന്ധമായിട്ട് തന്നെ പറയാൻ വേണ്ടി എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഇങ്ങനെ സത്യം മാത്രം പറയുന്ന പുരുഷന്മാരെയാണ് എല്ലാ സ്ത്രീകളും ആഗ്രഹിക്കുന്നത്. ഇനി ആറാമതായിട്ട് ഒരു സ്ത്രീ ഒരു പുരുഷനിൽ നിന്നും ആഗ്രഹിക്കുന്ന കാര്യം എന്ന് പറയുന്നത് സംസാരമാണ്. അതായത് അവളിങ്ങനെ എല്ലാം പറയട്ടെ, ഞാൻ കേട്ടോണ്ടിരുന്നോളാം. അതായത് ആ ഒരു പെൺകുട്ടി പറയുന്ന കാര്യങ്ങൾ ഫുള്ള് ഞാനിങ്ങനെ കേട്ട് ഇങ്ങനെ മൂളിക്കൊണ്ടിരുന്നോളാം. ഇങ്ങനെയുള്ള ഒരു ചിന്തയായിരിക്കും ഒട്ടുമിക്ക പുരുഷന്മാർക്കും. അത് ലിസണറാണ്, അതായത് ഒരു ഗുഡ് ലിസണർ തന്നെയാണ്. പക്ഷെ അതല്ല അവൾ പ്രതീക്ഷിക്കുന്നത്.
അവൾ നിങ്ങളോട് സംസാരിക്കുന്നത് പോലെ തന്നെ നിങ്ങൾ അവളോടും തിരിച്ച് സംസാരിക്കണം. ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ഓപ്പണായിട്ട് പറയുക, തമാശ പറയുക, ചിരിക്കുക, ഇങ്ങനെ നന്നായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സംസാരിക്കുന്ന ഒരു ഭർത്താവിനെയാണ് എല്ലാ സ്ത്രീകളും ആഗ്രഹിക്കുന്നത്. ചില പുരുഷന്മാരുണ്ട്, അവരുടെ ഫ്രണ്ട്സിൻ്റെയൊക്കെ അടുത്ത് നന്നായിട്ട് സംസാരിക്കും. എന്നാൽ അവരുടെ വൈഫിൻ്റെ അടുത്ത് അങ്ങനെ സംസാരിക്കാനൊന്നും പോവില്ല. അവർ ആ ഒരു ടൈമിൽ ഫോൺ നോക്കിയിരിക്കുക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റീസിൽ ഇൻവോൾവ്ഡ് ആയിരിക്കും. മറിച്ച് നിങ്ങൾ എല്ലാ കാര്യത്തിനും സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നത് പോലെ തന്നെ നന്നായിട്ട് ആ ഒരു പെൺകുട്ടിയോട് സംസാരിക്കാനും കൂടി എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. അങ്ങനെ നന്നായിട്ട് സംസാരിക്കുക, നല്ല രീതിയിൽ കമ്മ്യൂണിക്കേഷൻ നിങ്ങളുടെ ഇടയിലുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് വളരെ മനോഹരമായിട്ട് മുമ്പോട്ട് പോകാൻ വേണ്ടി അത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഈ പറഞ്ഞ 6 കാര്യങ്ങളൊക്കെ നിങ്ങളെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയി തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അതേപോലെ തന്നെ വീഡിയോക്ക് ഇത് ലൈക്കും കൂടി ചെയ്യണേ. പിന്നെ ഇതൊന്നും അറിയാൻ നടക്കുന്ന നിങ്ങളുടെ കുറച്ച് ഫ്രണ്ട്സൊക്കെ ഉണ്ടാവുമല്ലോ, ആ ഫ്രണ്ട്സിന് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി ആരും മറക്കരുത്. അപ്പോൾ അടുത്ത ദിവസം ഇതിൽ നല്ലൊരു കിടിലൻ ടോപ്പിക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.